നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി നവ്യ നായർക്കെതിരെ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ന്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടു കാണും. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നടി നവ്യ നായരെ ക്ഷണിക്കുന്നു. അപ്പം അതിന് നടി ചോദിച്ചത് 5 ലക്ഷം രൂപയാണ്. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. മന്ത്രിയുടെ പ്രസ്താവന എന്താണെന്നുള്ളത് ഞാനൊന്ന് വായിക്കാം. യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ നടിയോട് കുട്ടികളെ 10 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അവർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ 5 ലക്ഷം രൂപയാണ് പ്രതിഫലം ചോദിച്ചത്. ഇത്രയും തുക നൽകി കുട്ടികളെ സ്വാഗത പ്രസംഗം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. സാമ്പത്തിക മോഹികളല്ലാത്ത എത്രയോ നൃത്ത അധ്യാപകരുണ്ട്. അവരെ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായി തീരുമാനിച്ചു. കുറച്ച് സിനിമയും കുറച്ച് കാശും ആയപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ്. ഇതായിരുന്നു മന്ത്രി ശിവൻകുട്ടി നവ്യ നായർക്കെതിരെ പറഞ്ഞത്. ഈ ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് മന്ത്രി എന്തായാലും നവ്യ നായരുടെ പേരൊന്നും എടുത്തു പറഞ്ഞില്ല. പക്ഷേ ഇത് കേട്ട ആളുകൾക്ക് മനസ്സിലായി അത് നവ്യ നായരെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ പ്രതിഫലം വാങ്ങുന്നത് എങ്ങനെയാണ് അഹങ്കാരമാകുന്നത്? അപ്പോൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന അവരുടെ ആ ഒരു സമയത്തിനും ആ ഒരു എഫേർട്ടിനും അനുസരിച്ചുള്ള ഒരു തുകയാണ് അവർ ചോദിച്ചത്. ഒരു ജോലി ചെയ്താൽ പ്രതിഫലം എന്തായാലും ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഇതിന് താഴെ ഒരു കമന്റ് വന്നിരുന്നു. ഞാനത് എന്താണെന്നുള്ളത് വായിക്കാം. ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല. എല്ലാവരും അധ്വാനിച്ചാണ് ജീവിക്കുന്നത്, അല്ലാതെ ഇവന്മാരെ പോലെ മറ്റുള്ളവന്റെ അടിച്ചു മാറ്റിയിട്ടല്ല. അപ്പം ഈ ഒരു കമന്റിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇപ്പൊ നവ്യ നായരെ സംബന്ധിച്ച് അവര് ഒരു ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്തിയതാണെങ്കിൽ പോലും ഒരുപാട് TV ഷോയിലൂടെയും അതുപോലെ ചെറിയ ചെറിയ സിനിമകളിലൂടെയായാലും അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയയിൽ വഴിയായാലും അവർ വളരെയധികം ആക്റ്റീവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ വിലപ്പെട്ട സമയം ചെലവാക്കി ഒരു സോഷ്യൽ സർവീസ് പോലെ അവർ ഈ പരിപാടി വന്ന് ഏറ്റെടുക്കും എന്ന് വിചാരിക്കുന്നത് തന്നെ വലിയൊരു മണ്ടത്തരമാണ്. പിന്നെ അവരുടെ എഫേർട്ടിന് എത്രമാത്രം വിലയിടണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പോൾ ഒരാൾ അവരുടെ നിലപാട് പറയുമ്പോൾ അവരെ പോയിട്ട് നെഗറ്റീവായിട്ട് സംസാരിക്കുകയും അതുപോലെ അവരെ തരം താഴ്ത്തി സംസാരിക്കുകയുമല്ല വേണ്ടത്. ഇനി നമ്മുടെ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ, കേവലം 10 മിനിറ്റ് കൊണ്ട് ഒരു നൃത്തം പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സ്റ്റേജിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? 10 മിനിറ്റുള്ള ഒരു നൃത്തം സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയോ ദിവസം അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം, എത്ര സമയം അതിനുവേണ്ടി ചെലവാക്കണം. പിന്നെ ഈ പറഞ്ഞ ആളും ഫ്രീ ആയിട്ടൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത്. കൃത്യമായ ശമ്പളം വാങ്ങിയിട്ട് തന്നെയാണല്ലോ ഈ പറഞ്ഞ സർവീസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ജോലി എന്ന് പറയുന്നത് തന്നെ ഈ കലയാണ്. അപ്പോൾ അതിനുള്ള പ്രതിഫലം അവർക്ക് എന്തായാലും കൊടുക്കണം. അതാണ് അതിൻ്റെതായ ഒരു മാന്യത. അപ്പോൾ നമ്മുടെ നടിയും നർത്തകിയുമായ രചന നാരായണൻകുട്ടി ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താന്ന് നോക്കാം. പ്രൊഫഷണൽ ആയിട്ടാണ് അവരെ വിളിച്ചതെങ്കിൽ അവർ ചോദിക്കുന്ന പണം അവർക്ക് നൽകണം. പറ്റില്ലെങ്കിൽ വേറെ ആളെ വിളിക്കണം. ഇതാണ് രചന നാരായണൻകുട്ടി പറയുന്നത്. അപ്പം രചനയുടെ വാക്കുകളോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം അവർക്ക് കലയുള്ളത് അല്ലെങ്കിൽ കഴിവുള്ളത് കൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്. അതേസമയം നർത്തകനായ RLV രാമകൃഷ്ണൻ, നമുക്ക് എല്ലാവർക്കും അറിയാം, കലാഭവൻ മണിച്ചേട്ടന്റെ അനിയനാണ്. പുള്ളി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 10 മിനിറ്റ് നൃത്തത്തിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വാങ്ങിയത് കൂടുതലാണ്. പുള്ളി അത് പറഞ്ഞത് പുള്ളിയുടെ ആ ഒരു സാഹചര്യത്തിനെ ബേസ് ചെയ്താണ്. പുള്ളി തന്നെ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ വളർന്നു വന്ന ആ ഒരു പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ആ ഒരു തുക കൂടുതലാണ്. എന്നാൽ എത്ര തുക വാങ്ങണം എന്നുള്ളത് വ്യക്തിപരമായ ഒരു തീരുമാനം തന്നെയാണ്. അതിപ്പോ RLV രാമകൃഷ്ണന് അത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നാം. ആശ ശരത്ത് ഫ്രീ ആയിട്ട് ചെന്ന് പഠിപ്പിച്ച ഒരാളാണ്. അപ്പം നവ്യ നായർ 5 ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്നത് നവ്യ നായരുടെ ഒരു ചോയ്സ് ആണ്. അപ്പൊ അവർക്ക് അതിൽ കുറച്ച് ചെയ്യുന്ന ആൾക്കാരെ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി ശിവൻകുട്ടിക്ക് അവരെ സമീപിക്കാം. അല്ലാതെ ഇപ്പം 5 ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ള പേരിൽ നവ്യ നായർ ഇത് കണക്ക് താഴ്ത്തിക്കിട്ടി സംസാരിക്കുന്നത് ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട്. ഈ ഒരു കലോത്സവം വഴിയാണ് ഇവരൊക്കെ വലിയ നടിയായതെന്ന്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്തരം കലോത്സവങ്ങളിലൊക്കെ കുട്ടികൾ പങ്കെടുക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് തന്നെയാണ്. അവരുടെ കോസ്റ്റ്യൂംസ് ആയാലും ഇത്രയും വർഷം ഡാൻസ് പഠിച്ചതൊക്കെ ആയാലും ഇത്രയും നല്ലൊരു എമൗണ്ട് അവർക്ക് ചിലവായിട്ടുണ്ടാവും. ഇപ്പോൾ നവ്യ നായരുടെ തന്നെ വളരെ ചെറുപ്പത്തിലെ
നവ്യ നായരുടെ ആ ഒരു കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ നവ്യ കരയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്ത് നവ്യ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നേക്കാളും പെർഫോമൻസ് കുറഞ്ഞ ഒരാൾക്ക് അവിടെ ഫസ്റ്റ് കിട്ടി. അത് പഴയൊരു സീരിയൽ നടിയായിരുന്നു, അമ്പിളി ദേവി ആയിരുന്നു. അപ്പം കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ അമ്പിളി ദേവി വീണ്ടും സീരിയലിലേക്ക് ഒതുങ്ങി, സീരിയലിലും അതുപോലെ തന്നെ ഒരു വീട്ടിലൊക്കെ അങ്ങനെ ഒതുങ്ങിക്കൂടി. ഇപ്പൊ നവ്യ നായരാണെങ്കിൽ സിനിമയിൽ ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് അവരുടെ ആ ഒരു എഫേർട്ട് തന്നെയാണ്, അവരുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ടാണ് അവർ ഇപ്പോൾ ഈ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. അല്ലാതെ ഒരാൾ ഇങ്ങനെ പുറകെ നടന്ന് സ്പൂൺ ഫീഡ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന് ഒരിക്കലും ഒരാൾക്ക് ഈ ഒരു ഇങ്ങനെ ഒരു മേഖലയിൽ നിന്നു പോകാനായിട്ട് സാധിക്കില്ല. പിന്നെ ഒരു കാര്യം, കലോത്സവം നടക്കാനായാലും അതുപോലെ തന്നെ ഇത്തരം വേദികളിലേക്ക് കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സാധാരണക്കാരുടെ, എല്ലാ ജനങ്ങളും കൂടി കൊടുക്കുന്ന പണമാണ്. നമ്മളൊക്കെ ചെറിയ രീതിയിലായാലും അടക്കുന്ന ടാക്സ് എമൗണ്ടിൽ നിന്നൊക്കെയാണ് ഇതിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരാളുടെയും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടല്ല ഈ ഒരു പണം ചെലവാക്കുന്നത്. എന്തായാലും എനിക്കിതിൽ അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് അടുത്ത ആളെ നോക്കുക. അല്ലാതെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വെച്ചിട്ട് അവരെ അധിക്ഷേപിക്കുകയല്ല വേണ്ടത്.